പൊളി മോനെ ചെയ്തിരിക്കുകയാണ്. യു കെൻ സീ, ലുക്ക് അറ്റ് ദാറ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സി ചാപ്റ്റർ. ഇതല്ല, ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു വുഡൻ ബോക്സ് കണ്ടില്ലേ? ഇത് ചെറുതേനീച്ചയുടെ ഒരു പെട്ടിയാണ്. ഡ്വാർഫ് ഹണി ബീസ്. ഇറ്റ് ഹാസ് ബീൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹോബീസ് എവർ ടൈം. അപ്പം ഇങ്ങനെ ഒരു 5 പെട്ടികളുണ്ട്, 5 അല്ല അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ആ പെട്ടിയിൽ നിന്ന് തേനെടുക്കുന്ന വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചെറുതേൻ വിശേഷങ്ങൾ ഒറ്റ വീഡിയോയിൽ തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എത്ര ഭംഗിയായിട്ടാണ് ആ കൂട്ടിനുള്ളിൽ അവർ തേനും പൂമ്പൊടിയും അതിൻ്റെ മുട്ടകളും എല്ലാം നിറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഞാനങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് കൂടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണയായിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തേനുണ്ടാകുന്നത്. അപ്പോൾ തേനെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ കൂട്ടിനുള്ളിൽ നിറയെ ഈച്ചകളുണ്ടാകും. ആ ഈച്ചകളെ നമ്മൾ സേഫായിട്ട് ആദ്യം മാറ്റണം, ഇല്ലെങ്കിൽ അത് നമ്മളെ വല്ലാതെ കടിച്ച് ഉപദ്രവിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ കുറേ ഹോൾസ് ഇട്ട് ആ ബോട്ടിൽ കൂടിൻ്റെ അറ്റത്ത് വെച്ച് എൻട്രൻസിൽ വെച്ച് നമ്മളിങ്ങനെ അതിന് പതുക്കെ തട്ടി കൊടുക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് ഉള്ളിലുള്ള ഈച്ചകളൊക്കെ പുറത്ത് ചാടും. അപ്പോൾ അങ്ങനെ ആ ഈച്ചകളെ കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈച്ചകൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മളതിനെ ക്യാപ്പ് ചെയ്ത് ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് ഇനിയാണ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ഗാർഡനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.